അവളുടെ കൈകാലുകൾ ഒടിഞ്ഞിരുന്നു. ശരീരമാകെ മുറിവുകൾ ഉണ്ടായിരുന്നു. ആ 4ാം ക്ലാസ്സുകാരിയുടെ ബന്ധുവിന്റെ വാക്കുകളാണ്. മനുഷ്യ മനസ്സിനെ തളർത്തിയ വാക്കുകൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച വെസ്റ്റ് ബംഗാളിലെ സൗത്ത് 24 പർഗാനാസിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ 4ാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ കൃപാകലി ഗ്രാമത്തിലെ ഗംഗാ നദിയുടെ തീരത്ത് നിന്നും കുട്ടിയുടെ ബോഡി കണ്ടെത്തി. ഐ സേ വൺസ് അഗെയിൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഏകദേശം 9 വയസ്സ് കാണുമായിരിക്കും ആ കുട്ടിക്കല്ലേ. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കാമക്കണ്ണുകളിലൂടെ നോക്കുന്ന ചെന്നായിക്ക. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഈ ഒരു ചെറുപ്രായത്തിലും ആ ഒരു പൊന്നുമോളെ ക്രൂരമായി ഉപദ്രവിച്ച് ഈ ലോകത്ത് നിന്നും പറഞ്ഞു വിട്ടവനെ വേദന അറിയിച്ച് കൊല്ലണമെന്നാകും നമ്മളുടെ ആഗ്രഹം. എന്നാൽ അങ്ങനെ ഒരു വിധി ഉണ്ടാകാനും സാധ്യതയില്ല. നീതി നടപ്പാക്കേണ്ട നീതിപീഠം പോലും കറുത്ത തുണിയാൽ കണ്ണു മൂടിയ അവസ്ഥയിലല്ലേ. ഉള്ളുപൊട്ടുന്ന വേദനയിൽ നിന്നെ ഈ ലോകത്ത് നിന്നും പറഞ്ഞു വിട്ടവനെ ഇല്ലാതാക്കാൻ നിയമത്തിന് കഴിയണേ എന്ന പ്രാർത്ഥനയിൽ പൊന്നുമോളെ, നിനക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ആൽക്കഹോൾ അഡിക്ഷൻ പോലെ മറ്റൊരു അഡിക്ഷനാണ് പോണോഗ്രാഫി അഡിക്ഷൻ. എന്താണ് പോണോഗ്രാഫി അഡിക്ഷൻ? നമ്മളിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാണോ? സ്കൂളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ അവർക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ കേൾക്കാനായി അവർക്കൊപ്പം നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ഞങ്ങളിലേക്ക് വന്ന മറ്റൊരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ഒരു ഇൻസിഡന്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന്. അത് കാര്യമാക്കണം. അത് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പമാണ്. +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കാര്യം ഞങ്ങളോടായി പറഞ്ഞത്. ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി ആ കുട്ടി പറഞ്ഞ ഇൻസിഡന്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇന്റർവെൽ ടൈമിൽ എന്റെ ക്ലാസ്സിലെ കുട്ടികളും മറ്റ് ക്ലാസ്സിലെ കുട്ടികളും ചേർന്ന് മൊബൈലിൽ മോശമായ വീഡിയോസ് കാണാറുണ്ട്. ഞങ്ങൾ കുറച്ച് പെൺകുട്ടികൾക്ക് ആ ക്ലാസ്സിൽ ഇരിക്കാൻ പോലും പേടിയാണ്. ചില സമയം ഇവർ ഞങ്ങളെ വേറൊരു രീതിയിലാണ് നോക്കാറുള്ളത്. എന്തുകൊണ്ട് ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്തില്ല എന്നതിന് മറുപടിയായി പലതവണ ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്തതാണ്. ചെക്കിങ്ങിന് വരുമ്പോൾ പാൻസിനുള്ളിലേക്ക് ഫോൺ മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. മാത്രമല്ല ഇതേ സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സിന്റെ മക്കളും ഇതിൽ ഉൾപ്പെടുന്നു എന്നും ചെക്കിംഗ് കഴിഞ്ഞ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഇവർ കംപ്ലൈന്റ് കൊടുത്തത് ആരാണെന്ന് തിരക്കുകയും കംപ്ലൈന്റ് കൊടുത്തവരെ കയ്യിൽ കിട്ടിയാൽ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ്. ഒന്ന് ഓർത്തു നോക്കുക, +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. +1 മറ്റു കുട്ടികൾ കാണിക്കുന്ന പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നത്. അവരവരുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് ഇത്തരം വീഡിയോസ് കണ്ടു എന്നല്ല ആ കുട്ടി പറഞ്ഞത്. എന്തായാലും സ്കൂളിലെ അധികൃതരെ അറിയിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ അലൗഡ് ആണ്. ചിലപ്പോൾ ദൂരത്ത് നിന്നും വരുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അത്യാവശ്യമായിരിക്കാം. എന്നാൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അലൗഡ് ആണോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്ലാസ് റൂമിൽ ഇരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കാം. എന്നാൽ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇത്തരത്തിൽ പോൺ വീഡിയോസ് കാണുന്നത് ശരിയാണോ തെറ്റാണോ? ഉറപ്പായും തെറ്റാണല്ലേ. ഇത്തരത്തിലുള്ള വീഡിയോ സ്ഥിരമായി കാണുന്നതിലൂടെ ഇവർ പോണോഗ്രാഫി അഡിക്ഷനിലേക്ക് വീണു പോകുന്നു. എന്താണ് പോണോഗ്രാഫി അഡിക്ഷൻ? സെക്ഷൽ സ്റ്റിമുലേഷൻ എന്ന ലക്ഷ്യത്തോടുള്ള ഹ്യൂമൻ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ സെക്ഷൽ ബിഹേവിയർ ചെയ്യുന്നതാണ് പോണോഗ്രാഫി. നമ്മൾ കേട്ടതല്ലേ, കൊൽക്കത്തയിലെ ആ ഒരു ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പ്രതി ആൽക്കഹോൾ അഡിക്റ്റ് ആയിരുന്നു, കൂടാതെ പോണോഗ്രാഫി അഡിക്റ്റുമായിരുന്നു. ഉള്ളിൽ പോകുന്ന മദ്യമായാലും ചിന്തയിൽ വരുന്ന ഇത്തരം വീഡിയോസ് ആയാലും മുന്നിൽ നിൽക്കുന്നത് അമ്മയോ പെങ്ങളോ സുഹൃത്തോ ഒന്നും നോക്കാതെ ആ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയേക്കാം. സൂക്ഷിക്കുക. നിങ്ങൾ മാതാപിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ അത് ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം, അവരുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ, സ്കൂളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ അവർക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങൾ ഏതൊരു പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. മനുഷ്യ മനസ്സിനെ പോലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു പോസ്റ്ററിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ പേരും ഫോട്ടോയും വരുന്നതുവരെ കാത്തിരിക്കാതെ സുരക്ഷയ്ക്കായി തയ്യാറാകും. അവരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും നിങ്ങൾ തയ്യാറാകണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ടവർ ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ഒരു ചെക്കിംഗ് നടത്തണം. അറിവ് പകർന്നു കൊടുക്കുന്നിടമാണ്, അവിടെ അഴുക്കാക്കാൻ അനുവദിക്കരുത്.